ഒരിക്കലും ഈ അവസ്ഥ അവർക്ക് വരുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല രമണി. ജീവിതമൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആകൂല ചേച്ചി. വിചാരിക്കുന്ന പോലെ ആയാൽ അത് ജീവിതം ആവില്ല. എന്നാലും പത്രത്തിലൊക്കെ വന്നെന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. പിള്ളേരുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് എന്തോരം പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ. വിഷമിക്കല്ലേ ചേച്ചി, എല്ലാം ശരിയാവും. നമുക്കറിയാമല്ലോ സത്യം. പിള്ളേരൊന്നും ഒരു തെറ്റും ചെയ്യൂലെന്ന് നമുക്കറിയാമല്ലോ. എങ്ങനെയെങ്കിലും സിദ്ധുവിനെയും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ശാലുമോൾ ഇവിടെ എത്തിയിട്ടുണ്ടാ? ആ എത്തിയിട്ടുണ്ട്. മിനിയന്നാൾ വൈകുന്നേരം എത്തി. ഇനി 6 ദിവസവും കൂടിയേ ഉള്ളൂ പൈസ കൊടുക്കാനായിട്ട്. ഈ 6 ദിവസത്തിനുള്ളിൽ പൈസ എങ്ങനെ കൊടുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തേലും വഴി ദൈവം കാണിച്ചു തരും ചേച്ചി, സമാധാനമായിട്ടിരിക്കേ. അമ്മേ, നിങ്ങളുടെയൊക്കെ സ്വഭാവം എന്താണ് ഇങ്ങനെ? ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലാവണത്. എൻ്റെ അനിയെന്ന് പറയണവനാണെങ്കിൽ ഞാൻ വിളിച്ച ഫോണും കൂടി എടുക്കണില്ല. അച്ഛനെ വിളിച്ചപ്പോൾ പറയാണ് പണ്ടേ നിനക്ക് തരാനുള്ളതൊക്കെ തന്നേല്ലേ എന്ന്. ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ട പകുതിയും പൈസ നിങ്ങൾക്ക് വേണ്ടിയില്ലേ ചിലവാക്കിയത്. മേമയുടെ വരവാർപ്പിന് അവൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ എന്തോരം പൈസയാണ് ചിലവാക്കിയത്. എന്നിട്ടും എനിക്കൊരവസ്ഥ വന്നപ്പോൾ ആരുമില്ല. മോളെ, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ എന്തേലൊക്കെ വേണ്ടേ? ഇന്ന് തന്നെ രാവിലെ കറിയൊന്നും ഇല്ലാഞ്ഞിട്ട് വഴുതനങ്ങത്തോരം കുട്ടിയെ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചത്. അത്രക്ക് ഗതികേടിലാണ് മോളെ ഞങ്ങളും. അമ്മ ഈ നോണ മുഴുവൻ അമ്മ പറയണത് എന്നോടാന്ന് ഓർക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മോളല്ലേ. ഈ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കേണ്ടത് നിങ്ങളല്ലേ. എടി മോളെ, എനിക്ക് ഇതേ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വരില്ലേട്ടാ. നാട്ടുകാരൊക്കെ മുഴുവൻ അറിഞ്ഞ് നാണം കെട്ടിരിക്കാൻ ഞങ്ങള്. ഇങ്ങോട്ട് വന്നാ പിന്നെ പൂർത്തിയായി. ഞാൻ പറയണ കേക്ക്. ശരി. ശരിക്കും എന്താണ് ചേച്ചി ഉണ്ടായത്? ആർക്കറിയാം രമണി. രഘു ഇന്നലെ പറയണ കേട്ട് കുറേ പേർക്ക് കാശ് കൊടുക്കാനുണ്ട്, കൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയ കേസാവും എന്നൊക്കെ. ചേച്ചി, ശാലുമോളൊന്ന് വിളിക്കേ, ഞാൻ മോളോടൊന്ന് സംസാരിക്കാം. പത്രത്തിൽ വന്നൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇവിടുത്തെ പിള്ളേർ അങ്ങനെ ഒന്നും ചെയ്യൂലെന്ന് എനിക്കറിയാം. ആ വിളിക്കാം. മോളെ ശാലു, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അമ്മേ? രമണി വന്നേക്കണ് മോളെ കാണാനായിട്ട്. ആ ചേച്ചി. എന്താ മോളെ, എന്താ പ്രശ്നം? പത്രത്തിലേക്ക് അതും ഇതും വന്നെങ്കിലും രമണി ചേച്ചി അത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. കൊച്ചുമോള് പറയുന്നുണ്ടായിരുന്നു ഫോണിലും വന്നിട്ടുണ്ട് എന്ന്, ഫോട്ടോ അടക്കേ. ചേച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവിടെ ജർമ്മനിയിൽ. അപ്പോൾ അവളും ഞാനും കൂടി ചേർന്നൊരു ഏജൻസി തുടങ്ങിയായിരുന്നു. ഈ നേഴ്സിംഗൊക്കെ കഴിഞ്ഞ പിള്ളേർക്ക് ജോലിയൊക്കെ സെറ്റായി കൊടുക്കണത്. അങ്ങനെ 3-4 പേർക്കൊക്കെ സെറ്റായി കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാട്ടിലോട്ട് പോകുന്നെന്ന് പറഞ്ഞ് പോകുന്നതാണ്. പിന്നെ ഇവൾ തിരിച്ചു വന്നില്ല. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയണത് അവളൊരു 10-12 പിള്ളേരുടെ നിന്നും കൂടി പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ 5-6 പേര് കേസ് കൊടുത്ത്. അങ്ങനെയാണ് പ്രശ്നമായത്. പക്ഷെ പത്രത്തിലൊക്കെ മോളുടെ പേര് മാത്രമാണ് വന്നേക്കണത്. ചേച്ചി, അത് ഏജൻസി രജിസ്റ്റർ ചെയ്തേക്കണ എൻ്റെ പേരിലായിരുന്നു. അതാണ് അങ്ങനെ. സിദ്ധുവും കുട്ടികളൊക്കെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ചേച്ചി. കാശ് കൊടുത്താലേ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. എത്ര കൊടുക്കേണ്ടി വരും മോളെ? 34 ലക്ഷം. അയ്യോ, ഇത്രയും വലിയ തുകയൊക്കെ പറ്റിച്ച അവള്. കൂട്ടുകാരിയാണ് എത്ര കൂട്ടുകാരി. മഹാഭാബി. എവിടെ പോയാലും നശിച്ചു പോവും അവള്. ശാലുമോളുടെ അവിടുത്തെ ജോലിയും പോയടി. ഇനിയിപ്പോൾ സിദ്ധു നാട്ടിലോട്ട് വന്നാലും ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? സിദ്ധു ആണെങ്കിൽ ഇത്ര നാളും ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നതല്ലേ. ആര് ജോലി കൊടുക്കാനാണ് അവന്? ചേച്ചി, സിദ്ധുവിൻ്റെ ജോലിക്കാരി ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. എൻ്റെ കൊച്ചുമോനോട് പറയാം, അവനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അവിടെ എന്തെങ്കിലും ജോലി സിദ്ധുവിന് ഒപ്പിച്ച് തരും അവൻ. അത് ഉറപ്പാണ്. ഞാൻ പറയാം, അതുകൊണ്ട് പേടിക്കണ്ട. ആ കാര്യം ഓർത്ത് ചേച്ചി പേടിക്കണ്ട. എന്തേലും ജോലി അവനൊന്ന് ശരിയായി കൊടുക്കുക. ഒരു നിവർത്തിയില്ലാണ്ടാണ്. അതൊന്നും നടക്കൂല ചേച്ചി. ഇപ്പം അവിടെ ഉള്ളവർക്ക് തന്നെ ജോലി ഇല്ലാണ്ടിരിക്കുക. എന്താണേലും കുഴപ്പമില്ല മോളെ, അവൻ ചെയ്തോളും. അത് അവളുടെ ഭർത്താവ് മരിച്ചേ പിന്നെ വല്ലാത്ത നിവർത്തികേടാണ് മോളെ, അതാണ്. ചേച്ചി, വേണമെങ്കിൽ ഒരു പൗഡറും കൂടിയാ അല്ലെങ്കിൽ ഒരു ടൈഗർ ബാമും കൂടിയാ തരാം. അതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റൂല ചേച്ചി. മോളും വിഷമിക്കാതിരി. എന്തായാലും എല്ലാം ശരിയാവും, കലങ്ങി തെളിയും. ചേച്ചി, കുറച്ച് പച്ചമോര് കൊണ്ടെന്നാണ്.
പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ലക്ഷങ്ങൾ കൊടുക്കണം ഏജൻസിക്ക് ജർമ്മനിലൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ. അപ്പോഴാണ് കുറച്ച് മോരും കൊണ്ട് വന്നിട്ട് ജോലി ചോദിക്കണം. ചേച്ചി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി ഞാൻ ദേ ചായ എടുത്ത്. അയ്യോ ചായ എടുത്താ? വേണ്ടായിരുന്നു മോളെ. കുടിച്ചിട്ട് പോവാന്നേ ഇന്നാ. ഈ സമയത്തൊരു ചായ കുടിയൊന്നുമില്ല. രാവിലെ ഒരെണ്ണം കുടിച്ചാലായി, വൈകിട്ടും കൂടി നിർത്തി. ചായ കുടിച്ച് വരുമ്പോഴേ കുടിക്കാണ്ടായാൽ വല്ലാത്ത തലവേദനയാണ്. പിന്നെ മോള് എടുത്തല്ലേന്ന് ഓർത്ത് കുടിച്ചാണ്. മതി മോളെ. എനിക്ക് നാളെ പെരതാമസമുണ്ട് മോളുടെ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആരെയും വിളിക്കണില്ല. ഫങ്ഷനായിട്ട് അടുത്ത മാസം കണ്ടാണ് അവർ നടത്തണത്. ചെറിയൊരു രീതിയിൽ പാലുകാച്ചലായിട്ട് കയറി അങ്ങോട്ട് താമസിക്കണം. അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് പോകണം. 2-3 ആഴ്ച അവിടെ ഇരിക്കും. അപ്പം എല്ലാവരെയും വിളിക്കൂട്ട അവള് പെരതാമസത്തിന്. അപ്പോൾ വരണം. എന്നാൽ ഇറങ്ങട്ടെ. ശരി എന്നാ. എങ്ങനെ കഴിഞ്ഞിരുന്നവളാ? ഇപ്പം അവൾക്ക് നല്ല സമയമാണ്. എല്ലാം അവളുടെ മനസ്സിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. പാവം എന്തോരം കഷ്ടപ്പെട്ടാണ് പിള്ളേരെയൊക്കെ വളർത്തിയത്. കൊച്ചുമക്കളിലൂടെയാണ് ഭാഗ്യങ്ങൾ വന്നത്. ഇപ്പം കൊച്ചുമോൻ നമ്മുടെ ടൗണിൽ തന്നെ 3-4 കടമുറി മേടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവൾ ലഡുവും കൊണ്ടുവന്നില്ലേ, അത് അവളുടെ കൊച്ചുമോൻ കാറ് മേടിച്ചപ്പോൾ കൊണ്ടുവന്നാണ്. കാറല്ലമ്മേ, താറ്, ജീപ്പ് പോലെ ഇരിക്കുന്ന വണ്ടിയേ. രഘുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാട്ടിൽ വേറെ ആർക്കും ആ വണ്ടിയില്ലെന്ന്. ഭാഗ്യമുള്ള ചെറുക്കനാണ് എന്തായാലും അത്. ഓ ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ നീ എന്നെ അങ്ങോട്ട് വലിക്കണടാ. ഇവിടെ കിടക്ക്. ചേച്ചി. എന്റെ പൊന്നു രാധ, പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളൊക്കെ ഞെട്ടിട്ടാ. ജർമ്മ മരുമോള് കലക്കി തിമിർത്ത് പൊളിച്ചിട്ടാ. ഇതേപോലെ വൈറലായ ഒരു പെണ്ണ് ഈ നമ്മുടെ നാട്ടിലില്ല. ചേച്ചി ശവത്തി കുത്തല്ലേ? ഞാൻ കുത്തും. നിങ്ങൾക്കും ഈ ഗതി വരുമ്പോ പഠിച്ചോളൂ. ആഹാ, എനിക്ക് ഈ ഗതി വരൂല. ഞാൻ അന്തസ്സായിട്ട് ആൾക്കാരെ പറ്റിക്കാണ്ട് പശുവിനെ വളർത്തിയാണ് ജീവിക്കണത്. ഞാൻ ആരെയും പറ്റിക്കാറില്ല. പാലിത്തിരി വെള്ളം ചേർക്കും, അതും പറ്റിക്കലേ അല്ല. വാട്ട് ഹാപ്പൻഡ്? നാക്കില്ലേ റിപ്ലൈ ബാക്കില്ലല്ല. അവള് വല്ലാത്ത വിഷമത്തിലാണ്. ഇനി നീയും കൂടി ഓരോന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട. എൻ്റെ പൊന്ന് ചേച്ചി, ചേച്ചി സോഫ്റ്റ് ഹാർട്ടഡ് ആയതുകൊണ്ടാണ് എല്ലാം റിസോൾവ് ആക്കുന്നത്. ഞാനെങ്ങാനും ആയിരിക്കണം എങ്കിലേ ഈ ഹൗസിന്റെ ഒണിയനില്ലേ ഞാനിവളെ എൻ്റർ ചെയ്യിപ്പിക്കൂല. ഒണിയനാ? അതെന്താണ്? ഉള്ളില്. ഓ, ഇംഗ്ലീഷ് അറിയില്ല. സംഭവിച്ചു. ഇനി അതിങ്ങനെ പറയണ്ട. ഇനി അതെങ്ങനെ പരിഹരിക്കാന്നാണ് ആലോചിക്കേണ്ടത്. കൊറേ ലാക്സ് ആൾക്കാരെന്നൊക്കെ പറ്റിച്ചല്ലേ, അതങ്ങോട്ട് തിരിച്ചു കൊടുക്ക്. അപ്പൊ എല്ലാം റിസോൾവ് ആകും. അറിഞ്ഞൂടാത്ത കാര്യം പറയണ്ട. മോളാരെയും പറ്റിച്ചിട്ടില്ല. അത് ഞാൻ ന്യൂസ് പേപ്പറിൽ റീഡ് ചെയ്ത് കളർ ഫോട്ടോ അടക്കണോ വന്നേക്കണത്. പത്രത്തിൽ വരുന്നതൊക്കെ ശരിയാവണമെന്നൊന്നും ഇല്ലല്ലോ ചേച്ചി. പക്ഷെ ഇത് ശരിയാണെന്ന് റീഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി. സത്യം എന്തെങ്കിലും എല്ലാവരും അറിയും. അന്ന് ശാലുമോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ചേച്ചി, അങ്ങനെ ഒരു കാലം വരാൻ സാധ്യതയില്ല. പൈസ അടച്ചില്ലെങ്കിൽ ജർമ്മനിയിൽ ജയിലിൽ കിടക്കേണ്ട വരും എന്നാണല്ലോ പറയണേട്ടത്. ശാലുമോളെ, ഇസ് ഇറ്റ് ട്രൂ? രാധേ മതി. രാധ പോവാൻ നോക്കിയേ. ഞാൻ പോണേണ്. എനിക്ക് ചേച്ചിയോടൊരു സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തി പോണ്. എന്താ രമേ, എന്തേലും പറ്റിയാ? ഒന്നും പറ്റിയില്ല ചേച്ചി. ഇത്ര വലിയ കുഴി ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിപ്പോഴാണ് കാണണത്. ഇതിപ്പോ പറ്റിയതാണോ? ചേച്ചി പോണ്ടാ, മോളെ പോണേ. മനുഷ്യൻ പേടിച്ചു പോയി. ശാലുമോളെ, രഘു വൈകിട്ട് വരട്ടെ, കടയെ കടച്ച്.
എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം കേട്ടാ. ആ അത് തന്നെ ശാലു, നീ സമാധാനായിട്ടിരിക്കേ. പാവം. എടാ എന്താടാ നീ ഒന്നും പറയാത്തത്? നമുക്ക് എങ്ങനെയെങ്കിലും സിദ്ധുവിനെയും പിള്ളേരെയും നാട്ടിലോട്ട് കൊണ്ടുവരണ്ടേ? അമ്മേ, അതിനൊക്കെ ഒരുപാട് പൈസ വേണം. രഘുചേട്ടാ, 34 ലക്ഷമാണ് കൊടുക്കാനുള്ളത്. അതിലൊരു 7 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയാണ് വേണ്ടത്. അപ്പൊ ബാക്കി 27 വേണോ അല്ലേ? ആ ചേട്ടാ, ഞങ്ങളുടെ പണിയുന്ന വീടും സ്ഥലവും കൂടി കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അത് രണ്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയൊക്കെ കിട്ടൂലേ? ബാക്കി രണ്ടെങ്ങനെയെങ്കിലും ആക്കാം. ഓ, 25 അത് കിട്ടുവോ? പകുതി പണിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് വിൽക്കാൻ പോണേന്നൊക്കെ പറയുമ്പോ ആൾക്കാര് വില അധികം തരൂല. രഘുചേട്ടന് ബ്രോക്കർമാരെയൊക്കെ അറിയാൻ പറ്റൂലേ? അത് എങ്ങനെയെങ്കിലും ഒന്ന് 2-3 ദിവസത്തിനുള്ളിൽ കച്ചവടമാക്കി തരുമോ? എടാ, എന്തേലും ചെയ്താൽ കാശൊന്നാക്കി കൊടുക്കടാ. ഇനി 3-4 ദിവസമല്ലേ അമ്മയുള്ളൂ, അപ്പേക്ക് ആരെടുക്കാനാ? അമ്മേ, എന്നാ ഒരു പണി ചെയ്യ അമ്മേ. എന്താടാ? അത് ഞാൻ എടുക്കാം. 27 തികച്ചു തന്നേക്കാം. എന്തു പറയണു? എടാ, അതിന് നിന്റെ പൈസ ഉണ്ടാ? ആ ഉണ്ടമ്മേ. ഞാനന്ന് അച്ഛൻ തന്ന താഴത്തെ സ്ഥലം കൊടുത്തില്ലേ, അന്ന് കൊടുത്തപ്പോ കടങ്ങള് കുറച്ചൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള പൈസക്ക് ബല്ലേരിയില് കുറച്ച് സ്ഥലം മേടിച്ചിട്ടായിരുന്നു. ഇപ്പൊ ആ സ്ഥലം ഇരിക്കണ സ്ഥലത്ത് കൂടെയാണ് NH പോണത്. അപ്പൊ റോഡിന് വേണ്ടി എടുത്തപ്പ നമ്മുടെ സ്ഥലം എടുത്ത്, അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടി. അപ്പൊ അതിന്റെ ആവശ്യത്തിനാണ് ഞാൻ കുറച്ചാൾ മുന്നേ ബല്ലേരി പോയത്. അക്കൗണ്ടിലോട്ട് പൈസ വന്നത് കഴിഞ്ഞ ദിവസമാണ്. ആണാ? രഘുവേട്ടൻ ഇന്നലെ എന്നോട് ഈ കാര്യം പറയണമ്മേ. കാശ് വന്നിട്ട് എല്ലാരോടും പറയാലോന്ന് വിചാരിച്ചിരിക്കുന്നു അമ്മേ. എന്നാ പിന്നെ രഘു എടുത്തോളൂ മോളെ. എന്തായാലും കഷ്ടപ്പെട്ട് പണിതല്ലേ, അവനായിരിക്കും അത് വിരിച്ചേക്കണത്. അത് പുറത്താർക്കും കൊടുത്ത് കളയണ്ട. സന്തോഷായി മോനെ, നമുക്ക് സന്തോഷായി. എന്തായാലും ഈ വീട് പുതുക്കി പണിയാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇനി ആ പൈസക്ക് നമുക്ക് പുതിയ വീട് മേടിക്കാം. സിദ്ധുവും പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ ഇവരിവിടെ നിന്നോട്ടെ, നമുക്ക് പുതിയ വീട്ടിലോട്ട് മാറാം. എന്തു പറയണ്? നല്ല കാര്യം മോനെ, നല്ല കാര്യം. അപ്പോ നമുക്ക് അങ്ങനെ തന്നെ ഉറപ്പിക്കല്ലേ അമ്മേ? പൈസ ഞാൻ നാളെ ഉച്ചക്കലത്തേക്ക് റെഡിയാക്കി വെക്കാം. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. അപ്പോ പുതിയ വീട്ടിലെ പൂജാമുറിന്റെ അടുത്തുള്ള മുറിയിലേക്ക് താമസം മാറാൻ റെഡി ആയിക്കോട്ടമ്മേ. പൂജാമുറിന്റെ അടുത്തുള്ള റൂം അമ്മക്കേ? എൻ്റെ ദൈവമേ, നല്ല കോമഡി തന്നെ. ഇത്രയും നല്ല റൂം അമ്മ കൊടുക്കാനാ? അത് ഗസ്റ്റ് റൂമാ. പിന്നെ അമ്മനെ അങ്ങോട്ട് കൊണ്ടുപോകണ കാര്യേ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഇളയമേ, ഇതാ ദുബായ് മിഠായി അച്ഛൻ കൊണ്ടുവന്നതാ.